ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് 3 വിജയസാധ്യതയെന്ന വിലയിരുത്തലുമായി CPI. മാറിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ സീറ്റുകൾ പാർട്ടി നേടുമെന്നാണ് അവർ കരുതുന്നത്. 2 സീറ്റുകൾ ഉറപ്പായും പാർട്ടി നേടുമെന്നാണ് CPIന്റെ വിലയിരുത്തൽ. സംസ്ഥാനത്ത് തന്നെ ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന തൃശൂരും മാവേലിക്കരയുമാണ് ഈ മണ്ഡലങ്ങൾ. പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവാണ് ഈ വിലയിരുത്തൽ നടത്തിയത്. പന്ന്യൻ രവീന്ദ്രൻ മത്സരിക്കുന്ന തിരുവനന്തപുരത്ത് നേരിയ ജയസാധ്യത ഉണ്ടെന്നും പാർട്ടി വിലയിരുത്തുന്നുണ്ട്. ഇതടക്കം 3 CPI പ്രതീക്ഷ വെക്കുന്നത്. എന്നാൽ CPI മത്സരിക്കുന്ന 4ാം സീറ്റായ വയനാട്ടിൽ പക്ഷേ ജയസാധ്യത ഇല്ലെങ്കിലും രാഹുലിന്റെ ഭൂരിപക്ഷം ഇടിയുമെന്നാണ് പാർട്ടി പറയുന്നത്. ഇത് തന്നെ വലിയ നേട്ടമാണെന്നാണ് വിലയിരുത്തൽ. സുരേഷ് ഗോപിയെ ഇറക്കി BJPയും മുരളീധരനെ ഇറക്കി കോൺഗ്രസും മത്സരം കടുപ്പിച്ച തൃശൂരിൽ ജയം ഉറപ്പാണെന്നാണ് CPI കണക്കുകൂട്ടുന്നത്. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഇടതുമുന്നണിക്ക് ഉണ്ടാവുമെന്നാണ് CPM സംസ്ഥാന എക്സിക്യൂട്ടീവ് പറയുന്നത്. ആകെ 12 സീറ്റുകളിൽ ജയം നേടാൻ മുന്നണിക്ക് കഴിയുമെന്നാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. അതിൽ കടുത്ത മത്സരം നടക്കുന്ന ചില മണ്ഡലങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ശ്രദ്ധേയം. ആറ്റിങ്ങൽ, പത്തനംതിട്ട, ഇടുക്കി, ചാലക്കുടി, ആലത്തൂർ, പാലക്കാട്, വടകര, കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് എന്നീ മണ്ഡലങ്ങളിലാണ് മുന്നണി ജയം കൊയ്യുമെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് പറയുന്നത്. അതിൽ സംസ്ഥാനത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പോരാട്ടങ്ങളിൽ ഒന്നിന് സാക്ഷ്യം വഹിച്ച വടകരയും ഉൾപ്പെട്ടിട്ടുണ്ട്. കൂടാതെ KPCC അധ്യക്ഷൻ സുധാകരൻ മത്സരിക്കുന്ന കണ്ണൂർ മണ്ഡലം ഇടതുമുന്നണി തിരിച്ചു പിടിക്കുമെന്നാണ് അവർ പറയുന്നത്. എന്നാൽ നിലവിൽ ഇടതുമുന്നണിയുടെ കൈവശമുള്ള ആലപ്പുഴ മണ്ഡലത്തിൽ ജയസാധ്യത ഇല്ലെന്നാണ് CPIയുടെ വിലയിരുത്തൽ എന്നതും പ്രധാന മാറ്റങ്ങളിൽ ഒന്നാണ്. ഇത്തവണ കോൺഗ്രസിനെ തുണയ്ക്കാൻ രാഹുൽ തരംഗമില്ലെന്നാണ് CPI ഈ മുന്നേറ്റത്തിന് പറയുന്ന പ്രധാന കാരണങ്ങളിൽ ഒന്ന്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ആദ്യമായി കേരളത്തിലേക്ക് മത്സരിക്കാനെത്തിയതിന്റെ കൗതുകവും അതിന്റെ സ്വാധീനവും കൊണ്ടാണ് UDF മികച്ച വിജയം നേടിയതെന്നും ഇക്കുറി ആ സാഹചര്യം നിലവിൽ ഇല്ലെന്നുമാണ് പാർട്ടി ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും UDF വിജയിക്കുമെന്നാണ് തൃശൂരിലെ UDF സ്ഥാനാർത്ഥി K മുരളീധരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. സംസ്ഥാനത്ത് BJP CPM അന്തർധാര സജീവമാണെന്നും മുരളീധരൻ ആരോപിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ വിവാദങ്ങൾ അതിന്റെ വ്യക്തമായ സൂചനയാണെന്നും അദ്ദേഹം എടുത്തു പറയുന്നു. CPMഉം BJPയും തമ്മിൽ അന്തർധാരയുണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ എല്ലാവരും തമാശയായിട്ടെടുത്തു. അന്തർധാര വളരെ ശക്തമാണ്. 18 മണ്ഡലങ്ങളിൽ LDFനും 2 BJPക്കും എന്നതാണ് അന്തർധാരയുടെ ഫോർമുല. തൃശൂരും തിരുവനന്തപുരത്തും BJPക്ക്, ബാക്കി 18 സീറ്റിലും LDFന്. ഈ ധാരണ ഞങ്ങൾ പൊളിക്കുമെന്നാണ് മുരളീധരൻ പറഞ്ഞത്. ഇത്തവണ വാശിയേറിയ പോരാട്ടത്തിനാണ് സംസ്ഥാനത്ത് കളമൊരുങ്ങിയിരിക്കുന്നത്. 2019 20ൽ 19 സീറ്റുകളിലും LDF ആയിരുന്നു വിജയിച്ചത്. എന്നാൽ ഇക്കുറി 20 നേടുമെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ അവകാശവാദം. കൂറ്റൻ വിജയം നേടുമെന്ന് LDFും പറയുന്നു. കേരളത്തിൽ ഇത്തവണ തൃശൂരും തിരുവനന്തപുരവും അടക്കം 5 സീറ്റുകളിൽ വിജയിക്കുമെന്നാണ് BJP അവകാശപ്പെടുന്നത്. വിധി എന്താവുമെന്ന് കാത്തിരുന്നു കാണാം.